പല ആളുകൾക്ക് പല വിരോധവും ഉണ്ടാവും. ചില നിലപാടുകളൊക്കെ കുറച്ച് പറയുന്നവരോടൊക്കെ കുറച്ച് എതിർപ്പുകളൊക്കെ ഉണ്ട്, സ്വാഭാവികമാണ്. നിങ്ങളിപ്പോൾ ഇത് പോസ്റ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ പിന്നിൽ കുറേ ചങ്ങായിമാർ റെഡിയായിട്ട് പോസ്റ്റ് ചെയ്യാനുണ്ടാവും. ഫണ്ടിൻ്റെ കണക്കൊക്കെ ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക. നമുക്കതെല്ലാം ഇനിയും ഇതൊന്നും അവസാനിക്കുന്നില്ലല്ലോ, നമുക്ക് കാണാം. പയ്യന്നൂരിൽ ഞങ്ങളൊക്കെ നേതൃത്വത്തിൽ വന്നപ്പോൾ പയ്യന്നൂരിൽ രാഷ്ട്രീയ അന്തരീക്ഷം സമാധാനപരമായിട്ടുണ്ട്. കോൺഗ്രസ്സുകാർ പറയും, ലീഗുകാർ പറയട്ടെ, സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷത്തിൽ എല്ലാവരും നല്ല യോജിപ്പോടുകൂടി വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാകുമ്പോഴും ശരിയായ രീതിയിൽ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. അത് ഇല്ലാതാക്കുന്നതിന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കോൺഗ്രസും ലീഗൊന്നും അതിന് തലവെച്ച് കൊടുക്കാതിരിക്കുന്നത് നല്ലതാണ്. നമുക്ക് ഒരു മാന്യമായ സൗഹൃദപരമായ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ശക്തമായിട്ട് ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ പോരാട്ടങ്ങൾ പയ്യന്നൂരിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഈ കള്ളപ്രചാര വേലകൾക്കും ഇത്തരം ആളുകൾക്കും മുന്നിൽ നിങ്ങളുടെ തല വെച്ചു കൊടുക്കരുത് എന്നുള്ളൊരു അഭ്യർത്ഥന മാത്രമേ ഞങ്ങൾക്ക് മുന്നോട്ടേക്ക് വെക്കാനുള്ളൂ. പയ്യന്നൂർ സമാധാനം കാക്കുന്നതിന് CPM മുന്നിലുണ്ടാകും, ഞങ്ങളെല്ലാവരും ഉണ്ടാകും. ഞങ്ങളുടെ പാർട്ടി പയ്യന്നൂരിൽ ഒറ്റക്കെട്ടാണ്. അഭിപ്രായങ്ങളും അഭിപ്രായ ഭേദങ്ങളും ഒക്കെ ഉണ്ടാവും, സ്വാഭാവികമാണ്. അതൊരു പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ മേന്മ എന്ന് പറയുന്നത് അഭിപ്രായങ്ങൾ തുറന്ന് പറയുക എന്നുള്ളതാണ്. അതിനപ്പുറത്ത് കടന്ന് CPM ഒറ്റക്കെട്ടാണ്. കൂടുതൽ കരുത്തോടുകൂടി ശക്തിയോടുകൂടി ജനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ, ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി മുന്നോട്ടേക്ക് പോവുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്, ഞങ്ങളുടെ ലക്ഷ്യം. ആ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ടേക്ക് പോകും. ആരെന്ത് പറഞ്ഞാലും CPM ജനങ്ങളോടൊപ്പം ഉണ്ടാവും.